ഹലോ. പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു മൂന്നാർക്ക് പോകാമെന്നുള്ളത്. പെരുമ്പാവൂരിൽ നിന്നും പുള്ളൊരു ചായ കുടിക്കാൻ പോകുന്ന ഇടമാണ് മൂന്നാറെന്ന് തമാശക്ക് പറയാറുണ്ട്. എന്തായാലും സാധനങ്ങൾ പാക്ക് ചെയ്തെടുത്ത് വേഗം തന്നെ ഇറങ്ങി. സമയം ഏകദേശം 4 മണിയോടടുത്തിട്ടുണ്ട്. യാത്ര ചെയ്ത് നേരെ പെരുമ്പാവൂരെത്തി. വണ്ടിയിൽ ഇന്ധനം നിറയ്ക്കണം. CNGക്ക് വലിയ ക്യൂ തന്നെയുണ്ട്. കാത്തുകിടന്ന് CNG ഫുൾ ടാങ്ക് അടിച്ചു. കൂട്ടത്തിൽ 1000 രൂപയുടെ പെട്രോളും നിറച്ചു. അധികം വൈകിയില്ല. വണ്ടിയെടുത്ത് നേരെ കോതമംഗലം ലക്ഷ്യമാക്കി തിരിച്ചു. വൈകാതെ കോതമംഗലത്തെത്തി. പെരുമ്പാവൂര് തൊട്ട് ചായ കുടിക്കാമെന്ന് മിസ്രു പറയുന്നുണ്ട്. പോകുന്ന വഴിക്കാണ് ആ കട കണ്ടത്. പിള്ളേച്ചന്റെ ബജിക്കട. ഒട്ടും മടിച്ചില്ല. വണ്ടിയൊതുക്കി ബജിയും ചായയും വാങ്ങി. കടികളുടെ വലിപ്പം ചെറുതാണെങ്കിലും അത്യാവശ്യം രുചിയുണ്ടായിരുന്നു. ബില്ലും കൊടുത്ത് വേഗത്തിൽ അവിടെ നിന്നിറങ്ങി യാത്ര തുടർന്നു. മൂന്നാറിലേക്കുള്ള ഹൈവേയുടെ പണി നടക്കുകയാണ്. ആദ്യഘട്ടം തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. തുടക്കത്തിലൊക്കെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിച്ചു. പക്ഷേ പിന്നീടങ്ങോട്ടേക്ക് ഹില്ലും മറ്റും കയറി തുടങ്ങിയപ്പോൾ റോഡ് മോശമായിക്കൊണ്ടിരുന്നു. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീയപ്പാറ എത്തിയപ്പോൾ വെള്ളച്ചാട്ടത്തിൽ നീർച്ചാല് പോലെ ഒഴുകുന്നേയുള്ളൂ. നേരെ മുമ്പോട്ടേക്ക്. പക്ഷേ വാളറ വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യം നീരൊഴുക്കുണ്ടായിരുന്നു. വീണ്ടും മുന്നിലേക്ക് യാത്ര തുടർന്നു. അടിമാലി എത്തിയപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. അവിടെ നിന്ന് വിട്ടാൽ മൂന്നാറെത്തിയാലേ ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. അടിമാലിയിൽ വണ്ടിയൊതുക്കി പതിവ് പോലെ നല്ല ഭക്ഷണം കിട്ടുന്ന റോയലിലേക്ക് കയറി. റോയലിലെത്തിയപ്പോഴോ അവിടുത്തെ മന്തിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നിറങ്ങി തൊട്ടടുത്ത ഹോട്ടലിൽ കയറി. ഹോട്ടൽ സൺലൈറ്റ്. അവിടെയും നോർമൽ മന്തിയൊക്കെ കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും അൽഫാം മന്തി ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഓർഡർ ചെയ്തു. വെള്ളമൊക്കെ കുടിച്ചിരുന്നപ്പോഴേക്കും ഭക്ഷണം എത്തി. ആസ്വദിച്ച് അത് കഴിച്ചു. നല്ല ഫ്ലേവറുള്ള റൈസ് ആയിരുന്നെങ്കിലും അൽഫാം ഒരു ആവറേജ് ആയേ തോന്നിയുള്ളൂ. ഭക്ഷണം കഴിച്ച് ബില്ലും കൊടുത്തിറങ്ങി. ഇനി ലക്ഷ്യം മൂന്നാറാണ്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഹിൽ സൈഡിലൂടെയുള്ള രാത്രിയാത്ര അല്പം അപകടം പിടിച്ചതാണെന്ന് ദൂരം പിന്നിടുന്തോറും വ്യക്തമായി. റോഡ് പണി നടക്കുന്ന ബുദ്ധിമുട്ട് കാരണം ഒരുപാട് സമയമെടുത്താണ് മൂന്നാർ ടൗണിൽ എത്തിച്ചേർന്നത്. അപ്പോഴാണ് കൊളുക്കുമലയ്ക്ക് പോയാലോ എന്ന ചിന്തയുദിച്ചത്. വണ്ടി നേരെ ഗ്യാപ് റോട്ടിലേക്ക് തിരിച്ചു. ബൊട്ടാനിക്കൽ ഗാർഡന്റെ അവിടെ എത്തിയപ്പോൾ ഒരു ചായ കുടിച്ചാലോ എന്ന് തോന്നി. വണ്ടിയൊതുക്കി ഞാനും മിസ്രുവും ഒരു ഇഞ്ചി ചായ കുടിച്ചു. ശേഷം വണ്ടിയെടുത്ത് ഗ്യാപ് റോഡിലൂടെ മുമ്പോട്ട്. ടോളും കൊടുത്ത് കുറച്ചു ദൂരം നീണ്ട യാത്രയ്ക്കൊടുവിൽ ചിന്നക്കനാൽ വഴി സൂര്യനെല്ലിയിലേക്ക് എത്തിച്ചേർന്നു. സമയം അപ്പോഴേക്കും 10 പിന്നിട്ടിരുന്നു. പുലർച്ചെ 4 മണിക്കാണ് കൊളുക്കുമലയിലേക്ക് ജീപ്പുള്ളത്. ബുക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് രാവിലെ താഴെ നിന്ന് ജീപ്പ് പിടിക്കണം. ജംഗ്ഷനിൽ വണ്ടിയൊതുക്കി വണ്ടിയിൽ കിടന്നു. കൊളുക്കുമല വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.